Hey guys, welcome to my channel Jia Travel Vlogs. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തെ സൂയിലോട്ടാണ്. അപ്പോൾ നമുക്കിനി സൂവിൻ്റെ അകത്ത് കയറി അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മളിവിടെ ടിക്കറ്റ്സൊക്കെ എടുത്തിട്ട് അപ്പോൾ ടിക്കറ്റ്സിന് റേറ്റ് വന്ന അഡൽറ്റിന് 30 രൂപയാണ്. പ്ലസ് വീഡിയോ ക്യാമറ എടുക്കാൻ വേണ്ടിയിട്ടും 200 റുപ്പീസിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ടിക്കറ്റ്സൊക്കെ കൊടുത്തിട്ട് ഇനി അകത്തോട്ട് കയറാം. ആൻഡ് ടിക്കറ്റിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ പോസ് ചെയ്തത് കാണുക. ആൻഡ് നമ്മൾ കയറുമ്പോഴത്തേക്കും തന്നെ റൈറ്റ് സൈഡിൽ ക്ലോക്ക് റൂമുണ്ട്. അപ്പോൾ സാധനങ്ങൾ എന്തെങ്കിലും വെക്കണമെങ്കിൽ അവിടെ വെക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ടിക്കറ്റ് ചെക്ക് ചെയ്ത് കയറ്റുന്നതിൻ്റെ അവിടെ ബാഗ് ചെക്കിംഗ് ഉണ്ട്. നമ്മുടെ ബാഗിൽ പ്ലാസ്റ്റിക് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് നമുക്ക് സൂയിലോട്ട് കൊണ്ടു കയറാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ഫൈനലി ടിക്കറ്റ്സൊക്കെ കൊടുത്തിട്ട് സൂവിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ആദ്യം കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്നത് കാട്ടുപോത്താണ്. അപ്പോൾ ഈ കാണുന്നതാണ് കാട്ടുപോത്തിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏഷ്യയിലാണ് കാണുന്നതെന്നുള്ളത്, പിന്നെ ഇതിൻ്റെ ഭാരം എന്താണ്, ഗർഭകാലം എങ്ങനെയാണ്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കാട്ടുപോത്ത്. അപ്പോൾ 3 കാട്ടുപോത്ത് ഇവിടെ ഇരിപ്പുണ്ട്. എന്നാൽ കൂട്ടിനകത്തും കാട്ടുപോത്തുകളുണ്ട്. അപ്പോൾ ഗൈസ് കാട്ടുപോത്ത് കഴിഞ്ഞ് അടുത്തത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് സിംഹവാല കുരങ്ങനാണ്. അപ്പോൾ ഇതാണ് സിംഹവാല കുരങ്ങൻ്റെ ഡീറ്റെയിൽസൊക്കെ. അപ്പോൾ ഇതാണ് ബംഗാൾ കുരങ്ങ്. പക്ഷെ ഇവിടെ ബംഗാൾ കുരങ്ങിനൊന്നും കണ്ടില്ല. അതോ ഇരിക്കുന്ന ദൂരെ കാണുന്നതാണ് ബംഗാൾ കുരങ്ങ്. അപ്പോൾ ആ കാണുന്നതാണ് ബംഗാൾ കുരങ്ങിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മൃഗങ്ങൾ മാത്രമല്ല, നമുക്കിവിടെ മരങ്ങളും ചെടികളും കാണാം. ആൻഡ് ഇവിടെ റെയർ ആയിട്ടുള്ള മരങ്ങളും പിന്നെ എന്താ പറയുക മെഡിസിനൽ ആൻഡ് ആയുർവേദിക് യൂസിനൊക്കെയുള്ള മരങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇനി കുരങ്ങുകളൊക്കെ കഴിഞ്ഞ് അടുത്ത് നമ്മൾ പോകുന്നത് പക്ഷികളുടെ സെക്ഷനിലോട്ടാണ്. അപ്പോൾ ഈ കാണുന്നതാണ് വെള്ളറിയ. ഇവിടെ വെള്ളറിയ, വൈറ്റ് റിയ കൂടാതെ അലക്സാൻഡ്രൻ പാരക്കീറ്റ് ഉണ്ട്, ഗ്രേ ജംഗിൾ ഫൗളും ഉണ്ട്. സോ ഇനി അടുത്തത് പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബേർഡിൻ്റെ അടുത്താണ്, അവള്. അപ്പം ഇവിടെ 2 അവളുണ്ട് കേട്ടോ. ആൻഡ് ബ്രൗൺ ഫിഷ് അവളാണ് ഇവിടെ ഉള്ളത്. അടുത്ത ബേർഡ് വന്നിട്ട് ഖലീജ് ഫെസൻറ്റ് എന്നാണ്. ഇരിക്കുക കേട്ടോ. അപ്പോൾ അടുത്തത് വന്നിട്ട് ഓറഞ്ച് ട്വിങ് ആമസോൺ ആണ് കേട്ടോ. അപ്പോൾ ഇരിക്കുകയാണ് ആ ഒരു കിളി. അപ്പോൾ നമുക്ക് ഇവിടെ ദിസ് വേ എന്നൊരു ബോർഡ് തന്നിട്ടുണ്ട്. പക്ഷേ അവിടെ പോകുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ നമുക്ക് കുറച്ചുകൂടെ കിളികളെ കാണാൻ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വഴിയിലോട്ട് പോവാം. നമ്മൾ ഔളിൻ്റെ അവിടെ നിന്നും വരാനായിട്ട് വഴിയുണ്ട്, പക്ഷെ നമ്മൾ ഈ ഒരു കിളിക്കൂടൊക്കെ കണ്ടിട്ടാണ് അങ്ങോട്ട് തിരിയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ കാണുന്ന സ്പോട്ട് ബെല്ലീഡ് ഈഗിൾ ഔളാണ്, കാട്ടുമൂങ്ങ. ഇരിക്കുക കേട്ടോ. ആ കിളി കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, അങ്ങ് ദൂരെ ഇരിക്കുകയാണ്. അടിപൊളിയാട്ടോ. ഇവിടെ കുറേ തത്തകളുണ്ട് കേട്ടോ. ഇരിക്കുന്ന തത്തയുടെ പേരാണ് സൺ കൊണൂർ എന്നാണ് ആ ഒരു തത്തയുടെ പേര് വന്നിട്ട്. അപ്പോൾ ഇത് വന്നിട്ട് സ്കാർലറ്റ് മക്കാൻ്റെ കൂടാണ്. അത് മേളിലിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഈ കിളികളുടെ പേരെന്താണെന്ന് ഇവിടെ മെൻഷൻ ചെയ്ത ബോർഡില്ല. ഓക്കെ, നമുക്കിനി അടുത്ത കിളിയുടെ അടുത്ത് പോകാം. അടുത്ത് വന്നിട്ട് പാം കൊക്കാറ്റോൻ്റെ ആണ്. അപ്പോൾ ഈ ഒരു കിളി വന്നിട്ട് പാം കൊക്കാറ്റോ ആട്ടോ. ശരിക്കും നല്ല രസമുണ്ട് കാണാനായിട്ട്. ലാസ്റ്റ് വരുന്നത് ഗ്രീൻ വിങ്ഡ് മക്കാവ് എന്ന് പറഞ്ഞൊരു പക്ഷിയാണ്. ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സൈഡിലെ കിളികളെയൊക്കെ കണ്ടിട്ട് ഈ ദിസ് വേ എന്നൊരു ഡയറക്ഷനിലൂടെ നമുക്ക് താഴെ പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ നമ്മൾ പോകുന്ന വഴികൾ, അതായത് മൃഗങ്ങളില്ലാത്ത വഴികളിൽ നമുക്ക് ഓരോ ഔഷധ ഗുണങ്ങളുള്ള മരങ്ങളും ചെടികളും ഒക്കെ നമുക്ക് കണ്ടു പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ പിന്നെയും 2 ഡൈവേർഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ബാക്കി പക്ഷികളുടെ വൾച്ചേഴ്സ്, ഈഗിൾ, കൈറ്റ് അങ്ങനത്തെ പക്ഷികളെയൊക്കെ കാണാനായിട്ട് താഴോട്ട് ഇറങ്ങിപ്പോവാം. ആൻഡ് ഇവിടെ നിന്ന് കോമൺ ലംഗൂർ, നീലഗിരി ലംഗൂർ, ബ്ലാക്ക് ബക്ക്, എക്സോട്ടിക് ബേർഡ്സും ഹിമാലയൻ ബിയർ, സ്ലോത്ത് ബിയർ ഒക്കെ കാണാനുള്ളത് ഈ വഴി കൂടെ പോവാം നമുക്ക്. സോ ഗൈസ്, ഇതാണ് തിരുവനന്തപുരം സൂവിൻ്റെ മാപ്പ്. അപ്പോൾ ഇവിടെ സൈഡിൽ നമ്മുടെ ഈ ഒരു സൂവിൻ്റെ അകത്ത് ഹോസ്പിറ്റൽ, ടോയ്ലറ്റ്, റെസ്റ്റ് റൂം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതപ്പോൾ എത്ര മീറ്ററിലുണ്ടെന്നുള്ളത് ഇവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ആനിമലിനെ കാണാനായിട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് ഹനുമാൻ കുരങ്ങിനെയാണ്. അപ്പോൾ ഇതാണ് ഹനുമാൻ കുരങ്ങിൻ്റെ ഡീറ്റെയിൽസൊക്കെ. അപ്പോൾ ഗൈസ്, നമുക്കിവിടെ ഹനുമാൻ കുരങ്ങിനെ കാണാൻ സാധിച്ചില്ല. വെയിലായതുകൊണ്ട് മേ ബി ബാക്ക് സൈഡിൽ വല്ല ചെന്നിരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പക്ഷികളിൽ നിന്ന് കണ്ട ആ സ്ഥലമാണ് ഈ വരുന്നത്. നമ്മൾ ആ വഴി ഇറങ്ങിയിരുന്നെങ്കിൽ ഇത് വഴി കൂടെ ഇറങ്ങി ആ ഒരു സൈഡിൽ കൂടെ കയറാൻ പറ്റിയെന്നെ. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം കാണാൻ പോകുന്നത് വെള്ളമൂങ്ങേനെയാണ്. ഇരിപ്പുണ്ട്, അങ്ങ് മുകളിലിരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് വെള്ളമൂങ്ങയുടെ ഡീറ്റെയിൽസൊക്കെ വന്നിട്ട്. അപ്പോൾ ആ ബോർഡ്, ആ വൾച്ചേഴ്സ് എന്ന് പറഞ്ഞ ബോർഡ് കണ്ടിട്ട് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ഈ വഴി കൂടെ ആയിരിക്കും ഇറങ്ങുക. ഓക്കെ, നമുക്കിനി അടുത്ത ആ സെറ്റ് ഓഫ് പക്ഷികളെ കാണാൻ പോവാം. അപ്പോൾ ഇവിടെയുള്ളത് ഹിമാലയൻ വൾച്ചേഴ്സ് ആണ്, വെള്ളയാൻ കടൽ പരുന്താണ്, ആൻഡ് ബംഗാർ കഴുകനാണ് ഈ ഒരു കൂടിനകത്തുള്ളത്. അപ്പോൾ ഈ ഒരു കൂടിനകത്ത് മീൻ മുതലയാണുള്ളത്. അപ്പോൾ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ അടുത്ത് പോയി കാണിച്ചു തരാം. അപ്പോൾ പക്ഷികൾ ഇവിടെ എൻഡ് ആവുന്നില്ല. അപ്പോൾ അടുത്ത് കാണിക്കാൻ പോകുന്ന ശരിക്കും ഒരു കണ്ണിന് കുളിർമ തരുന്ന ഒരു കാഴ്ചയാണ് പക്ഷികളുടെ. അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കാണാൻ നല്ല രസമുള്ള കാഴ്ചയായിരുന്നു കിളിയുടെ ആ ഒരു എക്കോസിസ്റ്റത്തിന് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ഇത് കാണാനായിട്ട് തന്നെ നമുക്കൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു അടിപൊളി വ്യൂ ഷൂട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നേരെ തന്നെ ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ ശരി, നമുക്കിനി മുന്നോട്ട് നടന്നു നോക്കാം എന്തൊക്കെയാണ് മുന്നോട്ടുള്ള കാഴ്ചകളൊക്കെ എന്ന്. അപ്പോൾ നമ്മൾ അടുത്ത് പോകുന്നത്
സ്മൂത്ത് കോട്ടഡ് ഓട്ടറിൻ്റെ സൈഡിലോട്ടാണ്. അപ്പോൾ ഇവിടെ ഓട്ടറിനെ കാണാനായിട്ട് ഒരു ചെറിയ വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ ആ ഒരു വ്യൂ പോയിന്റ് നിന്നിട്ട് എനിക്ക് കണ്ടില്ല. പക്ഷെ ഇത്ര മുകളിൽ വന്നപ്പോഴത്തേക്കും ഓട്ടറിനെ കാണാൻ സാധിച്ചു കേട്ടോ. ദോ ആയിരിക്കുന്നതാണ് ഓട്ടർ. ദോ ആ മരത്തിൻ്റെ അവിടെ നിൽക്കുന്നതാണ് ഓട്ടർ. അപ്പോൾ ഇവിടെയും അത് കാണാനായിട്ടുള്ള വ്യൂ പോയിന്റ് ഉണ്ട്. ശരി, നമുക്കിനി മുകളിലോട്ട് കയറി പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത മുകളിലോട്ട് കയറി വന്നിട്ട് കാണാൻ പോകുന്നത് സ്ലോത്ത് ബിയറാണ്. അപ്പോൾ നമ്മൾ നേരത്തെ അതിൻ്റെ ബോർഡൊക്കെ കണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ പക്ഷേ അവിടെ നിന്ന് ഡൈവേർട്ടായിട്ട് റെപ്റ്റൈൽസിൻ്റെ അടുത്തും പക്ഷികളുടെ ആ സൈഡിലോട്ട് തന്നെ വരികയും ചെയ്തു. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് സ്ലോത്ത് ബിയറിനെയാണ്. അപ്പോൾ ഇത് ആ കാണുന്നതാണ് സ്ലോത്ത് ബിയർ. അപ്പോൾ ഇതാണ് സ്ലോത്ത് ബിയറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ശരി, നമുക്കിനി അടുത്ത ആനിമലിനെ കാണാനായിട്ട് പോകാം. അപ്പം നമ്മൾ കരടിയൊക്കെ കണ്ടിട്ട് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ആമകളെയാണ്. അപ്പം ഈ കൂട്ടിലെ ആമകൾ വന്നിട്ട് ഇന്ത്യൻ സ്റ്റാർ ടോട്ടോയിസ് ആണ്. അതായത് നമ്മുടെ നക്ഷത്ര ആമകളാണ് ഈ കൂട്ടിൽ വരുന്നത്. സെയിം തന്നെയാണ് അപ്പുറത്തെ കൂട്ടിലും വരുന്നത്. അടുത്തത് വരുന്നത് സിൽവർ പെസൻ്റ് ആണ്. അപ്പോൾ ദൂ ഇരിക്കുകയാണ്. ശരിക്കും കാണാൻ നല്ല രസമുണ്ട്. അടുത്തത് ബ്ലൂ ക്രൗൺ പീജനാണ്. ശരിക്കും നല്ല രസമുണ്ട് ഇതിനെ കാണാനായിട്ട്. നെക്സ്റ്റ് വന്നിട്ട് ലേഡി ആമസെറ്റ് പെസൻ്റെ കൂടാണ്. നിൽപ്പുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ട സിൽവർ പെസൻ്റെ കൂട് തന്നെയാണിതും. അപ്പോൾ 2 കൂടുണ്ട് സിൽവർ പെസന്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് ഇത് സുവർണക്കോഴിയാണ് കേട്ടോ. ഗോൾഡൻ പെസൻറ്റ്. എവിടെ ഗോൾഡൻ പെസൻറ്റ് കാണുന്നില്ലല്ലോ. അതോ കിടന്നുറങ്ങുക കേട്ടോ. അതോ അങ്ങ് അറ്റത്ത് കിടന്നുറങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി മുന്നോട്ട് അങ്ങോട്ട് നടന്ന് നോക്കാം എന്തെന്തൊക്കെ തന്നെയുള്ളതെന്ന്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ പോകുന്ന വഴിയൊക്കെ ഒരുപാട് ചെടികളുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് പൊരിപ്പൂവം എന്ന് പറയുന്നൊരു മരമാണ് കേട്ടോ. ഇത് അപ്പോൾ ഇങ്ങോട്ടേക്ക് നമുക്ക് പ്രവേശനമില്ല. നോ എൻട്രി ബോർഡും തന്നിട്ടുണ്ട്. സോ ദിസ് വേ. ഈ വഴി തിരിഞ്ഞാണ് ഇരിക്കുന്നത്. എന്നാൽ നമ്മൾ ആ വഴി കൂടെയാണ് പോവേണ്ട കേട്ടോ. സോ ഇവിടെ നമ്മൾ നീലഗിരി ലങ്കൂറിനെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നീലഗിരി ലങ്കൂറിൻ്റെ ഡീറ്റെയിൽസൊക്കെ. കാണുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നീലഗിരി ലങ്കൂറിനെയും കാണാൻ സാധിച്ചില്ല, ഹനുമാൻ കുരങ്ങനെയും തന്നെ കാണാൻ സാധിച്ചില്ല. കാരണം ഞാൻ 11 മണിക്കാണ് വന്നെങ്കിൽ പോലും ഇപ്പോൾ നടന്ന് 1 മണിയായി. അപ്പോൾ മേ ബി ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങ് അറ്റത്ത് പോയി റെസ്റ്റ് ചെയ്യുമായിരിക്കും. ഓക്കെ, നമുക്കിനി മുന്നോട്ടൊക്കെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ആൻഡ് ഗൈസ്, ഇത് വന്നിട്ട് നമ്മൾ ആ ബേർഡ്സിൻ്റെ സെക്ഷനിൽ പോയപ്പോഴത്തേക്കും ബേർഡ്സിന് വേണ്ടിയിട്ട് പുതിയതായിട്ട് പണിയുന്ന ആ ഒരു സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതാണിത്. അതിൻ്റെ ബാക്ക് സൈഡാണെന്ന് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇതുവഴിയാണ് മുകളിലോട്ട് പോകുന്നത്. ഇവിടെ ലയണയാണ് കാണാൻ നമ്മൾ പോകുന്നത്. അപ്പോൾ ഗൈസ് നിൽക്കുന്നതാണ് സിംഹം.
അപ്പം നമുക്ക് സിംഹത്തിനെ അങ്ങ് ദൂരെ ഇനി കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും ഇടയ്ക്കിടയ്ക്ക് സൂലോട്ട് വരും കേട്ടോ. ഒന്നെന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നാട്ടിലുണ്ടെന്ന് കാണാനും സാധിക്കും. 2 ഒരു വാക്കും ആവും. അങ്ങനെ ക്ഷീണിക്കാതെ തന്നെ നമുക്ക് നടക്കാൻ പറ്റും. കാരണം വെയിലൊന്നും അങ്ങനെ അടിക്കത്തില്ല. മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ശരിക്കും നല്ല തണലിൽ കൂടെ നടക്കാം. ഒരു എക്സസൈസും ആവും. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത് സിംഹത്തിനെ കണ്ടിട്ട് അടുത്ത് എനിക്കൊന്ന് പുലിയുടെയൊക്കെ സെക്ഷനാണ് വരുന്നത്. നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ നമ്മൾ അടുത്തത് പോകുന്ന വഴി നമുക്ക് ഹിപ്പോപ്പൊട്ടാമസിനെയും കാണാം. അപ്പോൾ ഇപ്പോൾ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ ആ ഒരു പോണ്ട് പോലത്തെ ആ സംഭവമൊക്കെ ക്ലീൻ ചെയ്യുകയാണ് അവർ. ദോ നടക്കുകയാണ് ഹിപ്പോപ്പൊട്ടാമസ്. അയ്യോ, ഒരു ബേബി ഹിപ്പോപ്പൊട്ടാമസ് ആയിട്ടോ. അതിൻ്റെ ഏരിയയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അവരൊക്കെ കൂട്ടിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാറി നിൽക്കുക. ഇതാ അമ്മ ഹിപ്പോപ്പൊട്ടാമസിലായിരുന്നു കേട്ടോ. ഓ, അടിപൊളി. ഞാൻ ഒരു ഹിപ്പോപ്പൊട്ടാമസിന് ഇത്ര അടുത്ത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. മറ്റേത് അത്ര ദൂരത്ത് ഇതേ കാണാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് റൈനോസോറസിനെയാണ്. നടക്കുകയാണ് കേട്ടോ. അങ്ങ് ദൂരെ ദൂരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സിംഹവും കടുവയാണ് വരുന്നത്. അതോ കണ്ടോ, ആ ഒരു ബോർഡ് കണ്ടോ, സിംഹത്തിൻ്റെയും കടുവയുടെയും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മാനുകളുടെ സൈഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മൻ്റെ പേരെന്താ? സാമ്പാർ ഡിയർ. അപ്പോൾ ഇതാണ് സാമ്പാർ ഡിയറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ. ശരി, നമ്മളിനി സിംഹം ആൻഡ് കടുവയുള്ള സ്ഥലത്തൊക്കെ പോവാം കേട്ടോ. ഇതാണ് സ്വാം ഡിയർ. ശരിക്കും നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ കാണാനായിട്ട്. വലിയ ഡിയറിൻ്റെ തലയിലെ കൊമ്പുള്ള കുഞ്ഞു കുഞ്ഞു ഡിയേഴ്സ് ഇവിടെ കൂടുതലുള്ള കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ബൈസൺസിനെ കാണാം. കുറേ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഇതുവഴി മുകളിലോട്ട് കയറിയാണ് ഈ പുലി, കടുവ അങ്ങനത്തെ ആനിമൽസിനെയൊക്കെ കാണാനായിട്ട് പോകുന്നത്. ഇതാണ് കിടക്കുന്ന ആ ഒരു കിടക്കുന്നതാണ് ബ്ലാക്ക് ബക്ക്. കൃഷ്ണമൃഗം എന്നാണ് ഇതിനെ മലയാളത്തിൽ വിളിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ബ്രൗൺ റിയ. ശരി, നമുക്കിനി മുന്നോട്ട് നടന്ന് നോക്കാം. ഇവിടെ തന്നെ ഹോക്ക് ഡിയർ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഹോക്ക് ഡിയറിനൊന്നും കണ്ടില്ല കേട്ടോ. മേ ബി ആ ഒരു സൈഡിലാവാം. അപ്പോൾ ഗൈസ്, ഞാൻ ഹോക്ക് ഡിയറിനെ കണ്ടുപിടിച്ചു. പക്ഷെ അത് ഭയങ്കര ദൂരത്താണ്. ആ ഒരു സൈഡിലാണ് കിടക്കുന്നത്. ഇവിടെ ഹോക്ക് ഡിയർ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങറ്റത്ത് കിടക്കുന്നതുകൊണ്ട് ആക്ച്വലി ഒന്നും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ ഈ കിടക്കുന്ന എല്ലാം ബ്ലാക്ക് ബഗ്ഗാണ്. പക്ഷെ എല്ലാം വൈറ്റായിട്ടായിരിക്കുന്നത്. നമ്മൾ നേരത്തെയും കണ്ടായിരുന്നു ബ്ലാക്ക് ബഗ്ഗിന്. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് ബഗ് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോകാം. ഇതാണ് സ്പോട്ടഡ് ബിയർ. അപ്പോൾ ഇതാണ് ബൈസൺ.
ഇതാണ് ഇമു പക്ഷി. അങ്ങ് അറ്റത്ത് നിൽക്കുവാണേ. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ പോകുമ്പോൾ തന്നെ കുടിവെള്ളം, കഫറ്റീരിയ, പിന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൻ്റെ സ്ഥലമാണ് നേരെ പോകുമ്പോൾ. ആൻഡ് ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിയുമ്പോഴത്തേക്കുമാണ് പുലിയൊക്കെ കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതാണ് കാർണിവോറ ഇൻ്റർപ്രിട്ടേഷൻ സെൻറ്റർ. എന്താണ് സംഭവം എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് കഫറ്റീരിയ, ഇവിടെ റെസ്റ്റിംഗ് പ്ലേസ് ആണ്. ആൻഡ് നമ്മൾ നേരെ പോകുമ്പോഴത്തേക്കാണ് ലെപ്പേർഡ്, ടൈഗർ, ഹൈനയൊക്കെ കാണാൻ പറ്റുന്നത് അങ്ങോട്ടാണ്. ഫസ്റ്റ് ഇവിടെയാണ് ലെപ്പേർഡ് വരുന്നത്. വാ, അടിപൊളി 2 ലെപ്പേർഡ് വരുന്നുണ്ട് കേട്ടോ. കണ്ടു ഗൈസ്, സൂപ്പർവായിട്ടില്ലേ? ഇപ്പം ഇതാണ് ബംഗാൾ ടൈഗർ. അടിപൊളിയല്ലേ? സൂപ്പർ. കാണാനും ഫോട്ടോ പോസിന് വേണ്ടിയിട്ട് ഇരുന്ന് വരുന്ന പോലെ ഉണ്ട്. ഇതെന്ത് പുലിയാ? അപ്പോൾ ഇവിടെ ഒരു ടൈഗർ ഉണ്ട് കേട്ടോ. പക്ഷേ ടൈഗറിൻ്റെ ബോർഡും അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. സാധാരണ പേരൊക്കെ ബോർഡിൽ മെൻഷൻ ചെയ്തതാണ്, പേരെന്താണ് എന്നൊക്കെ ഉള്ളത്. ഇവിടെ വന്നിട്ട് നമുക്ക് ലയണിനെ കാണാം കേട്ടോ. ലയൺ സ്ലിപ്പിംഗ്. ഇത് ലയണസ് ആണെന്ന് തോന്നുന്നു കേട്ടോ കിടക്കുന്നത്. ഓ, അങ്ങറ്റത്തെ ഹൈനയാണുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ കാർണിവോറസിൻ്റെ ഏരിയയൊക്കെ കഴിഞ്ഞ് ദിസ് വേ നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്. ആൻഡ് ഇനി എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ടാണെങ്കിൽ പീക്കോക്ക്, പിന്നെ കുറച്ച് മാനുകൾ, അങ്ങനത്തെ ബേർഡ്സും ആനിമൽസും ഒക്കെയാണ് പെൻഡിങ് ആയിട്ട് ഇനി ഉള്ളതെന്നാണ് എനിക്ക് എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് തോന്നുന്നത്. എന്നാലും നമുക്ക് നടന്ന് നോക്കാം മുന്നോട്ട് എന്തെന്തൊക്കെയുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ നേരത്തെ കണ്ട സ്പോട്ടഡ് ഡിയർ ഇവിടെയും നമുക്ക് നന്നായിട്ട് കാണാം കേട്ടോ. നമുക്ക് ഹോഗ് ഡിയർ കണ്ടില്ല എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഈ സൈഡിൽ കൂടെ നമുക്ക് ഹോഗ് ഡിയർ കാണാം കേട്ടോ. ഇതാണ് ഹോഗ് ഡിയർ. ഹോഗ് ഡിയർ അങ്ങ് ദൂരെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നന്നായിട്ട് കാണിക്കാൻ പറ്റിയില്ല. ഇവിടെ നമുക്ക് ഹോഗ് ഡിയർ കാണാൻ പറ്റും. ഇവിടെ കുഞ്ഞു ഡിയേഴ്സാണ് ഇവിടെ ഉള്ളത്. അങ്ങ് മുകളിൽ വലിയ അത്, പക്ഷെ ഫ്രണ്ടിൽ നിൽക്കുന്നതെല്ലാം കുഞ്ഞു ഡിയേഴ്സാണ്. ഓക്കെ, ഇനി നമുക്കടുത്ത ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പീക്കോക്കിൻ്റെ സെഷൻസൊക്കെ. ഇപ്പോൾ ഇവിടെയാണ് പീക്കോക്കൊക്കെ വരുന്നത്. പക്ഷെ ഇപ്പോൾ ഒന്നിനെയും കാണുന്നില്ല. വൈകുന്നേരം ആകുമ്പം ശരിക്കും ഈ പീക്കോക്കിൻ്റെ സൈഡ് കാണാൻ നല്ല രസമാണ്. കാരണം പീക്കോക്കിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ബ്ലൂ ആൻഡ് യെല്ലോ മെക്കാവിൻ്റെ കൂടാണ്. ഇരിക്കുക കേട്ടോ. എത്രമാത്രം ഇതിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല, കാരണം നല്ല ദൂരത്താണ് അത് ചെന്ന് ഇരിക്കുന്നത്. അതിന് കൂട് വന്നിട്ടും അതിന് നെറ്റ്സ് വന്നിട്ട് ഇങ്ങനെ ചെറിയ ഹോളിലാണ് ചെയ്തിരിക്കുന്നത്. ഹോളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ സൂക്ഷിച്ച് നോക്കിയാൽ ഇത് എവിടെ ഇരിക്കുന്നതെന്ന് കാണാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് എലക്ടസ് പാരറ്റിൻ്റെയാണ്. ശരിക്കും പാരറ്റ് എവിടെ ഇരിക്കുന്നതെന്ന് പോലും എനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ.
ഇത് സൺകോണ്ടയാണ്. നമ്മൾ സൺകോണ്ട നേരത്തെ കണ്ടായിരുന്നു. എന്നാൽ ഇവിടെ കുറച്ചുകൂടെ സൺകുണൂർ. അപ്പോൾ നമ്മൾ നേരത്തെയും കണ്ടായിരുന്നു. ശരിക്കും ഇവിടെ കുറച്ചുകൂടെ നന്നായിട്ട് കാണാം കേട്ടോ. കുറച്ചുകൂടെ ബേർഡ്സ് ഉണ്ട് ഇവിടെ. ഗ്രീൻ വിങ്ഡ് മെക്കാവ്. ഇവിടെയും പക്ഷിയെ കാണാനായിട്ട് പറ്റുന്നില്ല. എവിടെയാണെന്ന് പോലും കാണാൻ പറ്റുന്നില്ല. വാ, അടിപൊളി കേട്ടോ, മുള്ളൻ പന്നി. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പീക്കോക്കിൻ്റെ തന്നെ കൂടാണ്. പീക്കോക്കിനൊന്നും തന്നെ കാണാനില്ല കേട്ടോ. മേ ബി അതിൻ്റെ അകത്തൊരു കൂടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് ബട്ടർഫ്ലൈ പാർക്കിലാണ്. ശരിക്കും ബട്ടർഫ്ലൈ പാർക്ക് എന്ന് പറയുമ്പോൾ ബട്ടർഫ്ലൈസിനേക്കാൾ കൂടുതൽ അവർ ആ ഒരു ഏരിയ ചെയ്ത് വെച്ചിരിക്കുന്ന കാണാനാണ് നല്ല രസമായിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ബട്ടർഫ്ലൈ പാർക്കിലോട്ട് പോകാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞല്ലോ അവർ ചെയ്തു വെച്ചിരിക്കുന്ന കാണാനായിട്ട്. ആ ഒരു വാട്ടർഫോൾ പോലത്തെ സംഭവം നിങ്ങൾ കാണുന്നുണ്ട്. ശരിക്കും നല്ല രസമുണ്ട് കാണാനായിട്ട്. ശരിക്കും ഞാനിവിടെ ബട്ടർഫ്ലൈസൊക്കെ വളരെ കുറവാണ് കണ്ടിട്ടുള്ളത്. ശരിക്കും ഞാൻ ഒന്നിനു പോലും കണ്ടിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. ബട്ടർഫ്ലൈസിന് അതിൻ്റേതായ സീസൺസൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. ഓരോ സീസണൊക്കെ വരുമ്പോഴത്തേക്കും ആയിരിക്കാം ബട്ടർഫ്ലൈസ് വരുന്നത്. അവർ ഈ പറയുന്ന ഇത്രയും ബട്ടർഫ്ലൈസ് ഇവിടെ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ ഇവിടെ വേറെ വേറെ ബോട്ട്സും ഉണ്ട്. അതിലും വേറെ വേറെ ബട്ടർഫ്ലൈസസ് ഇവിടെ കാണാൻ, അതായത് വെറൈറ്റി ഓഫ് ബട്ടർഫ്ലൈസസ് ഇവിടെ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഞാനിവിടെ വന്നിട്ട് വളരെ കുറവേ കണ്ടിട്ടുള്ളൂ. സോ ഈ വെറൈറ്റീസ് ഒന്നും ഞാനിവിടെ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, സീസൺ അനുസരിച്ചായിരിക്കാം ചിലപ്പോൾ ബട്ടർഫ്ലൈസ് വരുന്നതും. ഓരോ പൂക്കൾ പൂക്കുന്നതനുസരിച്ച് വല്ലതും ആയിരിക്കാം. എനിക്കതിൻ്റെ സംഭവങ്ങളൊന്നും അതിൻ്റെ ബിഹൈൻഡിലുള്ള സയൻസ് ഒന്നും എനിക്കറിയത്തില്ല. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച ഫൗണ്ടൻ പോലെ അവർ ചെയ്തിരിക്കുന്നത്. ശരിക്കും നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ ഇപ്പോൾ കാണിച്ച കണക്ക് ആ ബോട്ട്സും കാര്യങ്ങളുമൊക്കെ. ഇവിടെയും ബോർഡുകൾ കൊടുത്തിട്ടുണ്ട്, ഇത്രയും ബട്ടർഫ്ലൈസസ് ഉണ്ട് എന്നുള്ളത്. അങ്ങനെ നമ്മൾ പോകുന്ന വഴികളെല്ലാം ഇത് കണക്ക് ബോട്ട്സ് പ്രൊവൈഡഡ് ആക്കിയിട്ടുണ്ട്. നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ബട്ടർഫ്ലൈസസ് ആണ് ഈ ഒരു ബട്ടർഫ്ലൈ പാർക്കിലോട്ട് വരുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ഉള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ബട്ടർഫ്ലൈ പാർക്കിലുള്ള കറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ബട്ടർഫ്ലൈസിനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അടുത്തത് കാണാൻ പോകുന്ന ഓസ്ട്രിച്ചിനെയാണ്, ഒട്ടക പക്ഷി. അപ്പോൾ ദോ സൈഡിൽ ഒരൊറ്റ ഓസ്ട്രിച്ച് അവിടെ നിൽപ്പുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പോകുന്നത് റെപ്റ്റൈൽസിനെ കാണാനാണ്. ശരിക്കും എനിക്ക് റെപ്റ്റൈൽസിൻ്റെ ആ ഒരു ഏരിയ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർ ആ ഒരു അറേഞ്ച്മെൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റെപ്റ്റൈൽസിൻ്റെ ഒരു ഗുഹ പോലത്തെ ഒരു സ്ഥലത്താണ് കേട്ടോ. ഒരു ഗുഹ പോലത്തെ സ്ഥലത്താണ് റെപ്റ്റൈൽസ് എല്ലാം ഉള്ളത്. അപ്പോൾ ശരി, നമുക്കിനി അകത്തോട്ടേക്ക് പോവാം.
അപ്പോൾ ഇതൊക്കെയാണ് ട്രിവാൻഡ്രം സൂവിൽ കാണാനായിട്ടുള്ള കാഴ്ചകൾ. അപ്പോൾ നമുക്കിവിടെ റെയർ ആയിട്ടുള്ള ആനിമൽസ്, ബേർഡ്സ് ആൻഡ് റെപ്റ്റൈൽസിനെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം വന്നിട്ട് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. ഓക്കെ, ഇനി മുതിർന്നവർക്ക് പോലും വരാനായിട്ട്, നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും മുതിർന്നവർക്കും സൂ വിസിറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ല. കാരണം ഇവിടെ വണ്ടിയുടെ ഒരു സർവീസ് ഉണ്ട്. സോ നമ്മൾ നടന്ന് കാണുന്ന സ്ഥലത്ത് അവർക്ക് വണ്ടിയിലിരുന്ന് എല്ലാം നിർത്തി സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും അവർ കംപ്ലീറ്റ് സൂ കാണിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അടിപൊളിയായിട്ട് 4 മണിക്കൂർ സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഞാൻ വന്നത് 11 മണിക്കാണ്, ഇപ്പോൾ സമയം വന്നിട്ട് 4 മണിയായി. ഞാൻ വ്ളോഗൊക്കെ എടുത്തതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. അല്ല, നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ ചുമ്മാ നടന്നു വന്ന് കാണുകയാണെങ്കിൽ 4 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു കോമ്പൗണ്ടിൽ സൂ മാത്രമല്ല, മ്യൂസിയം, ആർട്ട് ഗാലറീസും പിന്നെ പാർക്ക്, അങ്ങനത്തെ ആയിട്ടുള്ള കാര്യങ്ങളും ഇവിടെ തന്നെയുണ്ട്. അത് ഞാൻ പ്രത്യേകമായിട്ട് വേറൊരു വ്ളോഗിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.